Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CE 302 ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിലെ ഡിസൈൻ ഓഫ് അക്യുഡക്റ്റിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ലെക്ചർ വീഡിയോയിൽ അക്യുഡക്റ്റിൻ്റെ ഡിസൈനിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ 3 സ്റ്റെപ്പായിരുന്നു നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ ഒരു പാർട്ട് 2 വീഡിയോ, അക്യുഡക്റ്റിൻ്റെ പാർട്ട് 2 വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് നമുക്ക് അക്യുഡക്റ്റ് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിസൈൻ ഓഫ് അക്യുഡക്റ്റിൻ്റെ ആദ്യത്തെ 3 സ്റ്റെപ്പാണ് പഠിച്ചത്. ആദ്യത്തെ 3 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്, അതേപോലെ ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ, ഡിസൈൻ ഓഫ് കനാൽ വാട്ടർവേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെക്ചറിൽ സ്റ്റെപ്പ് നമ്പർ 4 മുതൽ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റെപ്പ് നമ്പർ 4, ഹെഡ് ലോസ് ആൻഡ് ബെഡ് ലെവൽസ് അറ്റ് ഡിഫറെൻറ്റ് സെക്ഷൻസ്. നമുക്ക് ഓരോ സെക്ഷനിലെയും, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ കാണാം, ഈ കനാലിനെ ഞാൻ 4 സെക്ഷനാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കനാൽ ഇതേപോലെ ട്രപ്പിസോഡൽ ഷേപ്പിൽ ഫ്ലോ ചെയ്ത് വരുന്നു. അതിനെ ഫ്ലൂം ചെയ്ത് നമ്മൾ ചെറുതാക്കി, അല്ലേ, 10 മീറ്റർ വിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ കനാലാക്കി ഇവിടെ കൂടി റിവർ ഫ്ലോ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ റിവർ ഫ്ലോ ചെയ്യുന്ന അത്രയും പോർഷൻ നമ്മൾ റെക്റ്റാങ്കുലർ പോർഷനിലാണ് കനാൽ ഫ്ലോ ചെയ്യുന്നത്. വീണ്ടും ഇതിനെ ഫ്ലൂം ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് പഴയ സൈസിലേക്ക് കൊണ്ടുവന്നു, 20 മീറ്ററിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ എവിടെയൊക്കെയാണ് സെക്ഷൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ട്രപ്പിസോഡൽ സെക്ഷൻ എൻഡ് ചെയ്യുന്ന പോർഷനിൽ ഇതാണ് നമ്പർ 1. അപ്പം നമ്പർ 1 കനാലിൻ്റെ ക്രോസ് സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ ട്രപ്പിസോഡൽ ഷേപ്പാണ്. ട്രപ്പിസോഡൽ ഷേപ്പ് 1.5 ഹൊറിസോണ്ടൽ ഈസ് ടു 1 വെർട്ടിക്കൽ. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ സൈഡ് സ്ലോപ്പ്. ഓക്കെ, ഇനി സെക്ഷൻ 2 എവിടെയാണ്? സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കുലർ പോർഷനാണ്. റെക്റ്റാങ്കുലർ പോർഷൻ എന്ന് വെച്ചാൽ ഇത്രയും മീറ്ററുള്ള റെക്റ്റാങ്കുലർ പോർഷനാണ്. അത് എൻഡ് ചെയ്യുന്നതാണ് സെക്ഷൻ 3. അപ്പോൾ സെക്ഷൻ 3യും സെക്ഷൻ 2വും റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഉള്ളത്. ഇതും മനസ്സിലാക്കുക. ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ വിഡ്ത്ത് 10 മീറ്ററാണ്. ഡെപ്ത്ത്, വാട്ടറിൻ്റെ ഡെപ്ത്ത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ, 1.5 മീറ്ററാണ് വാട്ടർ ഡെപ്ത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 4 സെക്ഷൻ എടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? ഇതാണ് 4ാമത്. വീണ്ടും അത് ട്രപ്പിസോഡലായി മാറുമ്പോൾ ആ ജംഗ്ഷനിൽ നമ്മൾ 4th സെക്ഷൻ എടുത്തു. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വാട്ടർ ഇവിടെ നിന്ന് ഫ്ലോ ചെയ്യുന്നുണ്ടല്ലേ. ഇവിടം വരെ വാട്ടറിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇത്രയും പോർഷൻ, ഈ സെക്ഷൻ 1.1ഉം സെക്ഷൻ 4.4ൻ്റെ ഇടയിലാണ് നമ്മുടെ അക്യുഡക്റ്റ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ അക്യുഡക്റ്റിൻ്റെ ഈ 4 സെക്ഷനിലും ഓരോ പോയിന്റിലും സെക്ഷൻ 1.1 കനാലിൻ്റെ ബെഡ് ലെവൽ എത്രയാണ്, വാട്ടർ ലെവൽ എത്രയാണ്, അതിൻ്റെ മുകളിൽ ടോട്ടൽ എനർജി ലൈൻ, നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ടോട്ടൽ എനർജി ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വാട്ടർ ലെവലിൻ്റെ കൂടെ വെലോസിറ്റി ഹെഡ് നമ്മൾ ആഡ് ചെയ്യും. വെലോസിറ്റി ഹെഡ് എന്ന് പറയുമ്പോൾ v²/2g. അപ്പോൾ അങ്ങനെ ടോട്ടൽ എനർജി ലൈൻ കണ്ടുപിടിക്കണം. സെക്ഷൻ 1ൻ്റെ 2ൻ്റെ 3ൻ്റെ 4ൻ്റെ. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം, ഈ സെക്ഷൻ 1.1 നിന്ന് 2.2ലേക്ക് വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ വാട്ടറിന് എന്ത് ലോസ് ആണോ ഉണ്ടാകുന്നത്? എന്തായിരിക്കും? ഇവിടെ ഒരു കോൺട്രാക്ഷൻ പ്രൊഫൈലാണല്ലേ. അപ്പോൾ ഇവിടെ കോൺട്രാക്ഷൻ ലോസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി സെക്ഷൻ 2.2 മുതൽ സെക്ഷൻ 3.3 വരെ അത് പക്കാ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ 10 മീറ്റർ വിഡ്ത്തിലാണ് പോകുന്നത്. അപ്പോൾ ഈ പോർഷനിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ലോസ് ഫ്രിക്ഷണൽ ലോസാണ്. ആ ഒരു ബോട്ടത്തിൽ ടച്ച് ചെയ്ത് അതിനൊരു ഫ്രിക്ഷണൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ലാസ്റ്റ് സെക്ഷൻ 3.3 നിന്ന് 4.4ലേക്ക് പോകുമ്പോൾ അതൊരു എക്സ്പാൻഷൻ പ്രൊഫൈലാണ്. അപ്പോൾ ഇവിടെ എന്ത് ലോസ് ഉണ്ടാവും? ഇവിടെ ഒരു എക്സ്പാൻഷൻ ലോസ് ഉണ്ടാവും. അപ്പോൾ കോൺട്രാക്ഷൻ ലോസിൻ്റെ ഇക്വേഷൻ, എക്സ്പാൻഷൻ ലോസിൻ്റെ ഇക്വേഷൻ, ഫ്രിക്ഷണൽ ലോസിൻ്റെ ഇക്വേഷൻ, ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ കാൽക്കുലേഷൻ റിവേഴ്സ് ഓർഡറിലാണ് എടുക്കുന്നത്. 4.4ൻ്റെ ബെഡ് ലെവൽ കണ്ടുപിടിക്കും. അതിൻ്റെ മുകളിൽ വാട്ടർ ലെവലിൽ നമ്മൾ ഫുൾ സപ്ലൈ ലെവൽ എന്നാണ് പറയുന്നത്. അതിൻ്റെ മുകളിൽ ടോട്ടൽ എനർജി ലെവൽ. അപ്പോൾ സെക്ഷൻ നമ്പർ 4.4ൻ്റെ കനാൽ ബെഡ് ലെവൽ കണ്ടുപിടിക്കും, ഫുൾ സപ്ലൈ ലെവൽ കണ്ടുപിടിക്കും. ഫുൾ സപ്ലൈ ലെവൽ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? വാട്ടർ ഡെപ്ത്ത് ആഡ് ചെയ്താൽ മതി. അതിൻ്റെ മുകളിൽ നമുക്ക് ടോട്ടൽ എനർജി ലൈൻ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എനർജി ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്
വെലോസിറ്റി ഹെഡ് v²/2g ആഡ് ചെയ്താൽ ടോട്ടൽ എനർജി ലൈൻ കിട്ടും. അപ്പോൾ സെക്ഷൻ 4.4ൻ്റെ ആദ്യം കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൽ നിന്ന് സെക്ഷൻ 3.3യുടേത് കണ്ടുപിടിക്കും. അപ്പോൾ സെക്ഷൻ 4.4ൻ്റെ ടോട്ടൽ എനർജി ലൈനിൽ നിന്ന് സെക്ഷൻ 3.3യുടെ ടോട്ടൽ എനർജി ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ എന്താണോ ലോസ് ഉണ്ടാകുന്നത് ആ ലോസ് ഇവിടെ ആഡ് ചെയ്താൽ മതി അല്ലേ? 3-ന്ന് 4ലേക്ക് പോകുമ്പോഴാണ് എക്സ്പാൻഷൻ ലോസ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തിരിച്ചാണ്. ടോട്ടൽ എനർജി ലൈൻ ഓഫ് സെക്ഷൻ 4 പ്ലസ് ഇവിടെ ഉണ്ടാകുന്ന ലോസ് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ലൈൻ ഓഫ് സെക്ഷൻ 3 കിട്ടും. അപ്പോൾ ടോട്ടൽ എനർജി ലൈൻ ഓഫ് സെക്ഷൻ 3 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് v²/2g മൈനസ് ചെയ്താൽ അവിടുത്തെ വാട്ടർ ലെവൽ കിട്ടും. വാട്ടറിൻ്റെ ഡെപ്ത് 1.5 മൈനസ് ചെയ്താൽ ബെഡ് ലെവൽ കിട്ടും. ഇതേപോലെ തന്നെ സെക്ഷൻ 3യുടെ ടോട്ടൽ എനർജി ലൈൻ നമ്മുടെ കയ്യിലുണ്ട്. 2-ന്ന് 3ലേക്ക് വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ലോസാണ്? ഫ്രിക്ഷണൽ ലോസാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സെക്ഷൻ 3യുടെ ടോട്ടൽ എനർജി ലൈൻ ഇന്ന് ലോസ് ഓഫ് ഫ്രിക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എനർജി ലൈൻ ഓഫ് 2 കിട്ടും, സെക്ഷൻ 2. അവിടെ നിന്ന് എന്ത് ചെയ്യുക? വീണ്ടും v²/2g വെലോസിറ്റി ഹെഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സപ്ലൈ ലെവൽ കിട്ടും. ഫുൾ സപ്ലൈ ലെവലിൽ നിന്ന് വാട്ടർ ഡെപ്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബെഡ് ലെവൽ കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ബാക്കിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇവിടുത്തെ കണ്ടുപിടിക്കും, അടുത്ത് ഇവിടുത്തെ കണ്ടുപിടിക്കും, 2-ലെ കണ്ടുപിടിക്കും, 1-ലെ കണ്ടുപിടിക്കും. അപ്പോൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ ഓർമ്മയുണ്ടാകുന്നത് ഇത് ട്രപ്പീസോഡൽ സെക്ഷനാണ്, ഇതും ട്രപ്പീസോഡൽ സെക്ഷനാണ്. 2-ലും 3-ലും റെക്റ്റാങ്കുലർ സെക്ഷനാണ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതാ ആദ്യം നമ്മൾ കനാൽ ബെഡ് ലെവൽ ഏറ്റവും താഴ്ത്തത് അത് CBL കനാൽ ബെഡ് ലെവൽ. അതിൻ്റെ കൂടെ വാട്ടറിൻ്റെ ഡെപ്ത് അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ടർ സർഫസ് ലെവൽ കിട്ടും, അല്ലെങ്കിൽ ഫുൾ സപ്ലൈ ലെവൽ കിട്ടും. അപ്പോൾ ഇതാണ് ഫുൾ സപ്ലൈ ലെവൽ. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? v²/2g വെലോസിറ്റി ഹെഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എനർജി ലൈൻ TEL കിട്ടും. ഇതാണ് നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പുകൾ. അപ്പോൾ കനാൽ ബെഡ് ലെവൽ പ്ലസ് ഡെപ്ത് ഓഫ് വാട്ടർ ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ റെഡ്യൂസ് ലെവൽ, ഫുൾ സപ്ലൈ ലെവലിൻ്റെ റെഡ്യൂസ് ലെവൽ കിട്ടുന്നത്. ഇനി റെഡ്യൂസ് ലെവൽ ഓഫ് വാട്ടർ ലെവൽ, ഈ ഒരു ലെവൽ വാട്ടർ ലെവലിൽ നിന്ന് v²/2g ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എനർജി ലെവലിൻ്റെ റെഡ്യൂസ് ലെവൽ കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പുകളാണ് ഇനി അങ്ങോട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ സെക്ഷൻ 4.4. അപ്പോൾ സെക്ഷൻ 4.4ൻ്റെ ഫിഗർ ആദ്യം തന്നെ വരച്ചേക്കുക. ഇതാണ് സെക്ഷൻ 4.4. അതിൻ്റെ ബോട്ടം വിഡ്ത്തിനെ B എന്ന് മാർക്ക് ചെയ്തു, ഡെപ്ത് ഓഫ് വാട്ടറിനെ Y എന്ന് മാർക്ക് ചെയ്തു. ഇനി അതിൻ്റെ സൈഡ് സ്ലോപ്പ് Z=1 ആണ്. Z എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ Z ഹൊറിസോണ്ടൽ =1 വെർട്ടിക്കൽ, അതാണ് സൈഡ് സ്ലോപ്പ്. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ സെക്ഷൻ 4.4 അല്ലേ, നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയനെ നമുക്ക് A4 എന്ന് കൊടുക്കാം. A4 ട്രപ്പീസോഡൽ സെക്ഷൻ ആയതുകൊണ്ട് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ B + ZY × Y. B എന്ന് വെച്ചാൽ ബോട്ടം വിഡ്ത്ത്, Z എന്ന് വെച്ചാൽ സൈഡ് സ്ലോപ്പ്, Y എന്ന് വെച്ചാൽ അതിൻ്റെ ഡെപ്ത്ത്, വാട്ടർ ഡെപ്ത്ത്. ഓക്കെ. അപ്പോൾ B20, വാട്ടർ ഡെപ്ത്ത് 1.5, സൈഡ് സ്ലോപ്പ് 1.5. 1.5:1, 1.5 ഹൊറിസോണ്ടൽ =1 വെർട്ടിക്കൽ എന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. കനാലിൻ്റെ ഡീറ്റെയിൽസ് വന്നപ്പോൾ ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളിവിടെ അസ്യൂം ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ 1.5 എന്നുള്ള അസ്യൂം ചെയ്യാം. അപ്പോൾ 20 + 1.5 × 1.5 × 1.5 ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടും. 4th സെക്ഷൻ്റെ ഏരിയ കൊണ്ട് A4 എന്ന് കൊടുക്കാം. 33.375 m² എന്ന് കിട്ടി. ഇനി അവിടെ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാം. 4th സെക്ഷൻ്റെ ആയതുകൊണ്ട് അതിനെ V4 എന്ന് കൊടുക്കാം. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ Q = ഏരിയ വെലോസിറ്റിയാണ്. വെലോസിറ്റി ഡിസ്ചാർജ് ബൈ ഏരിയ. ഇനി കനാലിൻ്റെ ഡിസ്ചാർജ് 32 ക്യൂമിക്സ് ആണ്. 32 ക്യൂമിക്സ്. അപ്പോൾ 32 m³/s ഡിവൈഡഡ് ബൈ, ഇപ്പോൾ നമുക്ക് ഏരിയ കിട്ടി 33.375. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി 0.959 m/s എന്ന് കിട്ടും. അവിടെ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? വെലോസിറ്റി ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ v²/2g ആണ്. സെക്ഷൻ 4 ആയതുകൊണ്ട് v4²/2g. ഇതാണ് v4² ഡിവൈഡ് ബൈ 2g. g 9.81. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി ഹെഡ് 0.047 m എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റെഡ്യൂസ് ലെവൽ ഓഫ് ബെഡ്, കനാലിൻ്റെ ബെഡ് ലെവൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ മതി. കനാൽ ബെഡ് ലെവൽ, അതാണ് നമ്മൾ സെക്ഷൻ 4ൻ്റെ ബെഡ് ലെവലായിട്ട് എടുക്കുന്നത്. അത് 212 ആണ്. ഇപ്പോൾ കനാലിൻ്റെ ബെഡ് ലെവൽ 212 ആണ്. ഇനി അടുത്തത് റെഡ്യൂസ് ലെവൽ ഓഫ് വാട്ടർ സർഫസ്. വാട്ടർ സർഫസ് എന്ന് പറയുമ്പോൾ ഇത് 212 എന്ന് കിട്ടി. ഇനി വാട്ടർ ലെവലിൻ്റെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം?
വാട്ടറിൻ്റെ ഡെപ്ത് ആഡ് ചെയ്യുക. വാട്ടർ ഡെപ്ത് 1.5 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 212 പ്ലസ് 1.5 ചെയ്യുമ്പോൾ ഈ വാട്ടർ ലെവലിൻ്റെ റെഡ്യൂസ് ലെവൽ കിട്ടും. വാട്ടർ ലെവൽ എന്ന് പറയുമ്പോൾ 213.5. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ടോട്ടൽ എനർജി ലൈൻ. അപ്പോൾ നമ്മൾ ബെഡ് ലെവൽ 212 കിട്ടി. അതിൻ്റെ മുകളിൽ വാട്ടർ 213.5 കിട്ടി. ഇനി ഇതിൻ്റെ മുകളിലാണ് ടോട്ടൽ എനർജി ലൈൻ. ടോട്ടൽ എനർജി ലൈൻ. അപ്പോൾ ടോട്ടൽ എനർജി ലൈൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടുത്തെ ലെവൽ വാട്ടർ ലെവൽ 215.5 പ്ലസ് v²/2g വെലോസിറ്റി ഹെഡ് ആഡ് ചെയ്യാം. അപ്പോൾ വെലോസിറ്റി ഹെഡ് നമുക്ക് എത്രയാണ് കിട്ടിയത്? 0.047. അത് ആഡ് ചെയ്യുമ്പോൾ 213.547 എന്ന് കിട്ടും. അപ്പോൾ സെക്ഷൻ 4ൻ്റെ ബെഡ് ലെവൽ 212, അതിൻ്റെ മുകളിലുള്ള വാട്ടറിൻ്റെ ലെവൽ 213.5, അതിന് മുകളിൽ ടോട്ടൽ എനർജി ലൈൻ 213.549. ഇതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തേക്കുക. സെക്ഷൻ 4ൻ്റെ ആണ് ടോട്ടൽ എനർജി ലൈൻ, ഫുൾ സപ്ലൈ ലൈൻ, കനാൽ, ബെഡ് ലെവൽ. ഇത് കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കുക. അവസാനം നമുക്കിത് ഒരുമിച്ച് മാർക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അടുത്തത് സെക്ഷൻ 3. സെക്ഷൻ 3 ഞാൻ പറഞ്ഞു റെക്റ്റാങ്കുലർ ഷേപ്പാണ്. അതിൻ്റെ ബോട്ടം വിഡ്ത്ത് 10, ഫ്ലൂയിഡ് വിഡ്ത്ത് 10, വാട്ടർ 1.5 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഏരിയ കണ്ടുപിടിക്കാം. A3 ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ ആയതുകൊണ്ട് ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് 10 ഇൻറ്റു 1.5 ചെയ്യുമ്പോൾ 15 m² എന്ന് കിട്ടും. അടുത്തത് വെലോസിറ്റി. തേർഡ് സെക്ഷൻ ആയതുകൊണ്ട് V3 ഈസ് ഈക്വൽ ടു ഡിസ്ചാർജ് ബൈ ഏരിയ. ഡിസ്ചാർജ് സെയിം തന്നെ. കനാലിൽ ത്രൂ ഔട്ട് 32 ക്യൂമിക്സ് ആണ് ഡിസ്ചാർജ്. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ ഇപ്പോൾ കിട്ടിയ ഏരിയ 15 സോൾവ് ചെയ്യുമ്പോൾ വെലോസിറ്റി 2.13 m/s എന്ന് കിട്ടും. അടുത്തത് വെലോസിറ്റി ഹെഡ് ആഡ് ചെയ്യുക. v3² / 2g. അപ്പോൾ v3 നമുക്ക് എത്രയാണ്? 2.13² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81. സോൾവ് ചെയ്യുമ്പോൾ 0.231 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു 4ൻ്റെ ടോട്ടൽ എനർജി ലൈൻ വെച്ചിട്ട് 3ൻ്റെ ടോട്ടൽ എനർജി ലൈൻ കണ്ടുപിടിക്കാൻ പോകണമാണ്. അപ്പോൾ ലോസ് ഓഫ് ഹെഡ് ഇൻ ട്രാൻസിഷൻ ഫ്രം 33 to 44. അപ്പോൾ 33 44 ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ലോസാണ്? എക്സ്പാൻഷൻ ലോസ് ആണ് ഉണ്ടത്. അപ്പോൾ എക്സ്പാൻഷൻ ലോസിൻ്റെ ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാണ്. ഇത് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചാണ്. 0.3 ഇൻറ്റു v3² - v4² ഡിവൈഡ് ബൈ 2g. 0.3 ഇൻറ്റു v3² - v4² ഡിവൈഡഡ് ബൈ 2g. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, സാറേ ഇത് v3 v4 തമ്മിൽ തിരിഞ്ഞു പോയാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലെന്നല്ല, അങ്ങനെ തിരിഞ്ഞു പോകില്ല. കാരണം ഇത്ര ഓർത്താൽ ആദ്യം v3 ആണോ രണ്ടാമത് v3 ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് വലുതിൽ നിന്ന് ചെറുത് ഓർക്കുക. എന്താണെങ്കിലും v3 ആയിരിക്കും വലുത്, v4 ആയിരിക്കും ചെറുത്. അത് നിങ്ങൾ ഏത് പ്രോബ്ലം എടുത്താലും അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇക്വേഷൻ പഠിക്കുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ലോസ് ഡ്യൂ ടു എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു 0.3 ഇൻറ്റു അത് ഓർമ്മയുണ്ടാകുക. പിന്നെ എന്ത് ചെയ്യുക? നോർമലി നമ്മുടെ ഇക്വേഷൻ v²/2g ആണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുക? v3 - v4² / 2g ബ്രാക്കറ്റിൽ 0.3 എന്ന് വേണം. ഇനി v3 v4 ഏതാണ് ആദ്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട് വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക. എപ്പോഴും v3 ആയിരിക്കും വലുത്. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലോസ് കിട്ടും. എക്സ്പാൻഷൻ ലോസ് ഈസ് ഈക്വൽ ടു 0.055 മീറ്റർ എന്ന് കിട്ടും. ഇനി ശ്രദ്ധിച്ചേ, റെഡ്യൂസ് ലെവൽ ഓഫ് ടോട്ടൽ എനർജി ലൈൻ അറ്റ് 33 എന്ന് പറയുന്ന സെക്ഷനിലെ ടോട്ടൽ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ 44 ടോട്ടൽ എനർജി ലെവലിൻ്റെ കൂടെ ലോസ് ആഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് 4 ഇത് 3 നിന്ന് വെള്ളം 4ലേക്ക് പോകുമ്പോഴാണ് ഈ ലോസ് ഉണ്ടാകുന്നത്. അപ്പോൾ 3ൽ എത്രയാണോ ടോട്ടൽ എനർജി ലൈൻ അവിടെ നിന്ന് ഈ ലോസ് മൈനസ് ചെയ്താലാണ് നമുക്ക് 4ൽ ടോട്ടൽ എനർജി ലൈൻ കിട്ടുന്നത്. അത് നേരെ തിരിച്ച് ചിന്തിച്ചാൽ മതി. ടോട്ടൽ എനർജി ലൈൻ ഓഫ് 4ൽ നിന്ന് ഈ ഒരു ഹെഡ് ലോസ് പ്ലസ് ചെയ്താൽ തിരിച്ച് അതിന് മുമ്പുള്ള ടോട്ടൽ എനർജി ലൈൻ കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജി ലൈനായിട്ട് 33 എന്ന് പറഞ്ഞാൽ 4ൽ നിന്ന് അതിൻ്റെ ലോസ് ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ എനർജി ലൈൻ നേരത്തെ നമുക്ക് കിട്ടിയത് 230.548. ഇതവിടെ നിന്ന് കിട്ടിയത് ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് 213.547. അതിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടിയ ഹെഡ് ലോസ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെക്ഷൻ 3.3 ടോട്ടൽ എനർജി ലൈൻ കിട്ടും. അപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയർ തിരിച്ചാണ്. ആദ്യം നമുക്ക് ടോട്ടൽ എനർജി ലൈനാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജി ലൈൻ സെക്ഷൻ 3.3 ആണ്. സെക്ഷൻ 3.3 ടോട്ടൽ എനർജി ലൈൻ എത്രയാണ്? 213.602. ഇനി അവിടെ നിന്ന് വാട്ടർ ലെവൽ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ
ഫുൾ സപ്ലൈ ലെവൽ വി സ്ക്വയർ ബൈ 2g മൈനസ് ചെയ്യാം. അതാണ് അടുത്ത്. റെഡ്യൂസ് ലെവൽ ഓഫ് വാട്ടർ സർഫസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ലൈൻ. ഇപ്പോൾ കിട്ടിയ ടോട്ടൽ എനർജി ലൈനിൽ നിന്ന് വി സ്ക്വയർ ബൈ 2g 0.231 അത് മൈനസ് ചെയ്യുക. അത് മൈനസ് ചെയ്യുമ്പോൾ അവിടുത്തെ വാട്ടർ ലെവൽ അതിന് വാട്ടർ ലെവൽ അല്ലെങ്കിൽ ഫുൾ സപ്ലൈ ലെവൽ കിട്ടും. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ബെഡ് ലെവൽ കണ്ടുപിടിക്കുക. അപ്പോൾ ടോട്ടൽ എനർജി ലൈൻ കിട്ടി, അതിൽ നിന്ന് വി സ്ക്വയർ ബൈ 2g മൈനസ് ചെയ്തപ്പോൾ ഫുൾ സപ്ലൈ ലെവൽ കിട്ടി. ഇനി ഏറ്റവും താഴെ ബെഡ് ലെവലുണ്ട്, കനാൽ ബെഡ് ലെവൽ. അതെന്ത് ചെയ്യണം? ഇവിടെ കിട്ടിയ ഫുൾ സപ്ലൈ ലെവലിൽ നിന്ന് ഡെപ്ത് ഓഫ് വാട്ടർ 1.5 മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ബെഡ് ലെവൽ കിട്ടാൻ വേണ്ടി വാട്ടർ സർഫസ് ലെവലിൽ നിന്ന് വാട്ടർ ഡെപ്ത് മൈനസ് ചെയ്യുക. വാട്ടർ സർഫസ് നമുക്കിപ്പോൾ കിട്ടി 213.317. അതിൽ നിന്ന് വാട്ടർ ഡെപ്ത് കോൺസ്റ്റൻ്റ് ആണ്. കനാലിൻ്റെ എവിടെ എടുത്തു കഴിഞ്ഞാലും വാട്ടർ ഡെപ്ത് 1.5 ആയിരിക്കും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 211.871 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സെക്ഷൻ 3.3യുടെ വാല്യൂസും കിട്ടി. അപ്പോൾ സെക്ഷൻ 3.3യുടെ ബെഡ് വാല്യൂ എത്രയാണ്? 211.8. അതിൻ്റെ മുകളിൽ വാട്ടർ ലെവൽ 213.371. അതിൻ്റെ മുകളിൽ ടോട്ടൽ എനർജി ലൈൻ 213.602. അപ്പോൾ ഈ രീതിയിൽ ഒരു റഫ് ഫിഗർ വരച്ചേക്കുക. അപ്പോൾ സെക്ഷൻ 3.3 കഴിഞ്ഞു. അടുത്ത സെക്ഷൻ 2.2 ഇതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. സെക്ഷൻ 2.2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വീണ്ടും റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കും. സെക്ഷൻ 3.3 ചെയ്ത അതേ ഏരിയ തന്നെയാണ്. ഇവിടെ 10 വാട്ടർ ഡെപ്ത് 1.5. അപ്പോൾ നമുക്ക് A2 ഏരിയ ഈസ് ഈക്വൽ ടു 15 മീറ്റർ സ്ക്വയർ കിട്ടും. അവിടെ നിന്ന് വെലോസിറ്റി V2 എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ബൈ ഏരിയ, ഡിസ്ചാർജ് 32, ഏരിയ 15. സോൾവ് ചെയ്യുമ്പോൾ 2.13 മീറ്റർ പെർ സെക്കൻഡ്. അതേപോലെ വെലോസിറ്റി ഹെഡ് നേരത്തെ കിട്ടിയ അതേ വാല്യൂ V2 സ്ക്വയർ ബൈ 2g 0.231 മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. സെക്ഷൻ 2ൽ നിന്ന് സെക്ഷൻ 3യിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. സെക്ഷൻ 2ൽ നിന്ന് സെക്ഷൻ 3യിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് ലോസാണ്? ഫ്രിക്ഷണൽ ലോസാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ലോസ് എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സെക്ഷൻ 2.2ൽ നിന്ന് സെക്ഷൻ 3.3യിലേക്ക് പോകുമ്പോൾ ഫ്രിക്ഷണൽ ലോസാണ് ഉണ്ടാകുന്നത്. ഫ്രിക്ഷണൽ ലോസ് ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് മാനിൻസ് ഫോർമുല. V is equal to 1/n into r raised to 2/3 s raised to 1/2. ഇത് നമ്മൾ കനാൽ ഡിസൈനിൽ പഠിച്ചതാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് n എന്ന് പറഞ്ഞാൽ മാനിൻസ് കോൺസ്റ്റൻ്റ് ആണ്. അത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് വാല്യൂ ഓർത്ത് പഠിക്കുക. തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നിട്ടുണ്ടാവില്ല. 0.016 അത് കോൺക്രീറ്റിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ 0.016 ആയിരിക്കും നമ്മുടെ ഏത് ഡിസൈൻ. ഇനി അടുത്തത് R എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് മീൻ റേഡിയസ് ആണ്. ഏരിയ ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ. ഓക്കെ, ഏരിയ നമുക്ക് ഓൾറെഡി 15. വെറ്റഡ് പെരിമീറ്റർ എന്താണ്? വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു ബി, താഴത്തത് പ്ലസ് 2d. ഇത് ബി, ഇവിടെ ഒരു ഡെപ്ത്, ഇവിടെ ഒരു ഡെപ്ത്. അങ്ങനെ വെറ്റഡ് പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ബി പ്ലസ് 2d. ഇപ്പോൾ ബി എന്ന് പറയുമ്പോൾ 10, 2 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1.5. അങ്ങനെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയുമ്പോൾ ഏരിയ ഡിവൈഡ് ബൈ പെരിമീറ്റർ 1.154 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ വെലോസിറ്റി നമുക്ക് ഓൾറെഡി കിട്ടി 2.13. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇസ് ഈക്വൽ ടു 1/n, 1 ഡിവൈഡഡ് ബൈ n നമ്മൾ 0.016 ആണ് എടുത്തത്. r റൈസ് ടു r കിട്ടി 2/3. എസ് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. എസ് എന്ന് വെച്ചാൽ ബെഡ് സ്ലോപ്പ്, കനാലിൻ്റെ ബെഡ് സ്ലോപ്പ് കിട്ടും. ബെഡ് സ്ലോപ്പ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എസ് ഇസ് ഈക്വൽ ടു 9.59 ഇൻറ്റു 10⁻⁻⁴. ഓക്കെ, ഇനി അടുത്ത ബെഡ് സ്ലോപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഹെഡ് ലോസ് കണ്ടുപിടിക്കാം. ഹെഡ് ലോസ് ഡോട്ട് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് സെക്ഷൻ 2.2ൽ നിന്ന് സെക്ഷൻ 3.3യിലേക്ക് ഇതേപോലെ ആണ് പോകുന്നത്. ഇത് സെക്ഷൻ 3. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ചെറിയൊരു ട്രയാങ്കിൾ നമുക്ക് കിട്ടും. എന്തായാലും വെള്ളം ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്ലോപ്പ് താഴത്തേക്ക് വേണം അല്ലേ? അതാണ് നമ്മൾ ബെഡ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ചെറിയ ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ആക്ച്വലി ഇതാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹെഡ് ലോസ് ഇസ് ഈക്വൽ ടു, ഹെഡ് ലോസ് ഇൻ ട്രഫ് ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രഫ് ഇൻറ്റു സ്ലോപ്പ്. ലെങ്ത് ഓഫ് ട്രഫ് ഇൻറ്റു സ്ലോപ്പ്, അതാണ് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഹെഡ് ലോസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് ഓഫ് ട്രഫ്. അപ്പോൾ ട്രഫിൻ്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് എങ്ങനെ കിട്ടും? ഓൾറെഡി നമ്മുടെ ആദ്യത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതാ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്, അതായത് കനാലിൻ്റെ വാട്ടർ വേ 82.5 മീറ്റർ, അതാണ് ടോട്ടൽ ലെങ്ത്. ഓക്കെ, അപ്പോൾ ഹെഡ് ലോസ് ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രഫ്, അതായത് കനാൽ വാട്ടർ വേ ഇൻറ്റു ഇപ്പോൾ കിട്ടിയ സ്ലോപ്പ് 9.59 ഇൻറ്റു 10⁻⁴. സോൾവ് ചെയ്യുമ്പോൾ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു 0.079 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ വീണ്ടും നമുക്ക് ഹെഡ് ലോസ് കിട്ടി. ഇനി നേരത്തെ അതേ പ്രൊസീജിയർ തൊട്ട് മുമ്പ് ചെയ്തതുപോലെ ടോട്ടൽ എനർജി ലെവൽ ഓഫ് സെക്ഷൻ 2.2. 2.2ലെ ടോട്ടൽ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
33 ടോട്ടൽ എനർജി ലെവലിൻ്റെ കൂടെ ഇവിടെ പോയ ഹെഡ് ലോസ് അങ്ങ് ആഡ് ചെയ്താൽ മതി. ബാക്ക് കാൽക്കുലേഷൻ. അപ്പോൾ ടോട്ടൽ എനർജി ലെവൽ ഓഫ് 33 കൂടെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പോൾ ടോട്ടൽ എനർജി ലൈൻ ഓഫ് സെക്ഷൻ 33 തൊട്ട് മുമ്പത്തെ വാല്യൂ എടുത്ത് നോക്കിയേക്കുക. ടോട്ടൽ എനർജി ലെവൽ 213.602. 213.602. അതിൻ്റെ കൂടെ ഈ ഹെഡ് ലോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 22 ടോട്ടൽ എനർജി ലെവൽ കിട്ടി. ഓക്കെ, ഇപ്പോൾ നേരത്തെ പോലെ തന്നെ ടോട്ടൽ എനർജി ലെവൽ 213.68 കിട്ടി. ഇനി അടുത്തത് ഇതിൻ്റെ താഴെ എന്തുണ്ട്? ഫുൾ സപ്ലൈ ലെവൽ അല്ലെങ്കിൽ വാട്ടർ ലെവലുണ്ട്. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? ഈ കിട്ടിയേക്കുന്ന ടോട്ടൽ എനർജി ലെവലിൽ നിന്ന് V²/2g മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റെഡ്യൂസ് ലെവൽ ഓഫ് വാട്ടർ സർഫസ് ഇസ് ഈക്വൽ ടു റെഡ്യൂസ് ലെവൽ ഓഫ് ടോട്ടൽ എനർജി ലൈൻ മൈനസ് V²/2g. V²/2g നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. V²/2g. അപ്പോൾ വാട്ടർ ലെവൽ കിട്ടി. ഇനി വാട്ടർ ലെവൽ കിട്ടി കഴിഞ്ഞാൽ ബെഡ് ലെവൽ, കനാലിൻ്റെ ബെഡ് ലെവൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? വാട്ടർ ലെവലിൽ നിന്ന് വാട്ടറിൻ്റെ ഡെപ്ത് മൈനസ് ചെയ്യുക. ഇവിടെ കിട്ടിയ വാട്ടർ ലെവലിൽ നിന്ന് വാട്ടർ ഡെപ്ത് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ഫിഗർ വരച്ചേക്കുക. ബെഡ് ലെവൽ എത്രയാണ് കിട്ടിയത്? 211.95. അതിൻ്റെ മുകളിൽ വാട്ടർ ലെവൽ 213.45. അതിൻ്റെ മുകളിൽ ടോട്ടൽ എനർജി ലൈൻ അത് 213.681. ഇതാണ് സെക്ഷൻ 22ൻ്റെ ബെഡ് ലെവൽ, വാട്ടർ ലെവൽ, ടോട്ടൽ എനർജി ലെവൽ. ഇനി അടുത്ത ലാസ്റ്റ് വൺ സെക്ഷൻ 1. സെക്ഷൻ 1ൽ വീണ്ടും ട്രപ്പീസോഡൽ സെക്ഷനാണ്. ഓക്കെ, ഇത് ബി, ഇത് വൈ, സൈഡ് സ്ലോപ്പ് Z=1. ഓൾറെഡി നമ്മൾ സെക്ഷൻ 4.4ൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അതേ വാല്യൂ ആണ്. ഏരിയ 1 = ഏരിയ 4. നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏരിയ 4. അത് നമുക്ക് 33.375 എന്നാണ് കിട്ടിയത്. അത് വെച്ചിട്ട് നമുക്ക് വെലോസിറ്റി ഓൾറെഡി കിട്ടിയത് ഡിസ്ചാർജ് ബൈ ഏരിയ 0.959. ഇത് V1 വിൽ ബി ഈക്വൽ ടു V4 ആണ്. അപ്പോൾ നേരത്തെ സ്റ്റെപ്പിൽ ചെയ്ത V2 V3നോട് ഈക്വൽ ആയിരിക്കും. അതൊന്നും വീണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയേണ്ട. വെലോസിറ്റി ഹെഡ് ഇസ് ഈക്വൽ ടു സെയിം വാല്യൂ. നമുക്ക് V4²/2g കിട്ടിയ അതേ വാല്യൂ തന്നെയാണ് 0.04 മീറ്റർ. ഇനി അടുത്തത് സെക്ഷൻ 1.1 നിന്ന് സെക്ഷൻ 2.2ലേക്ക് പോകുമ്പോൾ എന്ത് ലോസ് ആണുള്ളത്? കോൺട്രാക്ഷൻ ലോസ് ഡ്യൂ ടു കോൺട്രാക്ഷൻ. ആകെ വ്യത്യാസം നേരത്തെ എക്സ്പാൻഷൻ്റെ കോയിഫിഷ്യൻറ്റ് 0.3 ആയിരുന്നു, ഇവിടെ 0.2 ആണ്. ബാക്കി ഇക്വേഷനിൽ ഒന്നും വ്യത്യാസമില്ല. ഓക്കെ, അപ്പോൾ ഹെഡ് ലോസ് ഡ്യൂ ടു കോൺട്രാക്ഷൻ ഫ്രം സെക്ഷൻ 1 ടു സെക്ഷൻ 2. വെള്ളം സെക്ഷൻ 1ൽ നിന്ന് സെക്ഷൻ 2ലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് കോൺട്രാക്ഷൻ ലോസ് ആണ്. അതിൻ്റെ ഇക്വേഷൻ 0.2 × V2² - V1²/2g. V2² - V1²/2g. വീണ്ടും കൺഫ്യൂഷൻ വരും. V2 ആണോ V1 ആണോ ആദ്യം വരുന്നത്? ഇത്രേ ഉള്ളൂ. വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. V2 ആയിരിക്കും എപ്പോഴും വലുത്, V1 ആയിരിക്കും ചെറുത്. ഓക്കെ, അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.037 മീറ്റർ എന്ന് കിട്ടും. ഇത് നേരത്തെ പോലെ തന്നെ റെഡ്യൂസ് ലെവൽ ഓഫ് ടോട്ടൽ എനർജി ലൈൻ അറ്റ് 1.1 എന്ന് പറയുന്ന സെക്ഷനിലെ ടോട്ടൽ എനർജി ലൈൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? 2ലെ ടോട്ടൽ എനർജി ലൈൻ്റെ കൂടെ ഹെഡ് ലോസ് അങ്ങ് ആഡ് ചെയ്താൽ മതി. 2ലെ എനർജി ലൈൻ തൊട്ട് മുമ്പത്തെ സെക്ഷൻ 2ലെ ടോട്ടൽ എനർജി ലൈൻ 213.681. അതിൻ്റെ കൂടെ ഹെഡ് ആഡ് ചെയ്താൽ അവിടുത്തെ ടോട്ടൽ എനർജി ലൈൻ കിട്ടി. ഇനി അടുത്ത റെഡ്യൂസ് ലെവൽ ഓഫ് വാട്ടർ ലെവൽ, അതായത് ഫുൾ സപ്ലൈ ലെവലിൻ്റെ റെഡ്യൂസ് ലെവൽ അറ്റ് സെക്ഷൻ 1.1. എന്ത് ചെയ്താൽ മതി? V²/2g മൈനസ് ചെയ്താൽ മതി. വെലോസിറ്റി ഹെഡ് മൈനസ് ചെയ്യുക. ടോട്ടൽ എനർജിയുടെ താഴെയാണ് വാട്ടർ ലെവൽ. അപ്പോൾ V²/2g മൈനസ് ചെയ്താൽ അത് കിട്ടും. ലാസ്റ്റ് ബെഡ് ലെവൽ, കനാലിൻ്റെ ബെഡ് ലെവൽ വാട്ടർ സർഫസിൻ്റെ കൂടെ വാട്ടർ ഡെപ്ത് മൈനസ് ചെയ്യാം. അങ്ങനെ സെക്ഷൻ 1.1ൻ്റെയും കിട്ടി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസൊക്കെ ഒന്ന് ഫിഗറിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചേക്കുന്നത് നമ്മുടെ കനാൽ ഫ്ലോ ചെയ്ത് വന്നു. ഇവിടെ സെക്ഷൻ 1, ഇത് സെക്ഷൻ 2, വീണ്ടും റെക്റ്റാങ്കുലറായിട്ട് ഫ്ലോ ചെയ്തു. ഇത് സെക്ഷൻ 3, അവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് വീണ്ടും ട്രപ്പീസോഡൽ ഷേപ്പിലേക്ക് പോയി. ആ ജംഗ്ഷനിൽ നമ്മൾ സെക്ഷൻ 4 എടുക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നേരെ താഴെ സെക്ഷൻ 1.1ൻ്റെ വാല്യൂസാണ് എഴുതിയേക്കുന്നത്. സെക്ഷൻ 2.2ൻ്റെ വാല്യൂസാണിത്. സെക്ഷൻ 3.3, സെക്ഷൻ 4.4, അങ്ങനെ ഓരോ സെക്ഷൻ്റെയും വാല്യൂസാണ് എഴുതിയേക്കുന്നത്. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താഴത്തെ എഴുതിയേക്കുന്നത് കനാൽ ബെഡ് ലെവലാണ്. അപ്പോൾ ഈ പ്രൊഫൈൽ വരക്കുമ്പോൾ ശ്രദ്ധിക്കണം, തമ്മിലുള്ള വാല്യൂസ് ആദ്യം വരക്കേണ്ട ഇതാണ്. ഫസ്റ്റ് വാല്യൂ പ്ലോട്ട് ചെയ്യുക 212.175. ഇത് സെക്ഷൻ 1ലാണ്. അടുത്ത സെക്ഷൻ 2ലേക്ക് വരുമ്പോൾ 211 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് താഴത്തേക്കായിരിക്കും വരക്കേണ്ടത്. ഇനി 211.95 211.8ലേക്കാണ് പോകുന്നത്.
അല്ലേ? അപ്പോൾ വീണ്ടും ചെറുതായിട്ടൊന്ന് താത്തി കൊടുക്കുക. ഇനി 211.8 212 ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് കനാൽ ബെഡ് ലെവൽ, ഏറ്റവും താഴെയുള്ളത്. ഇനി അടുത്ത് എന്ത് ചെയ്യും? അതിൻ്റെ മുകളിൽ ഫസ്റ്റ് സെക്ഷൻ 1 213.67 വാട്ടർ ലെവൽ, അടുത്തത് 213.45, ചെറിയ ഡിഫറൻസ്, ചെറുതായിട്ട് താഴത്തേക്ക് സ്ലോപ്പ് ചെയ്യുക. ഇനി 213.45 213.3 വീണ്ടും ചെറുതായിട്ട് സ്ലോപ്പ് ചെയ്യുക. 213.3 213.5 ചെറുതായിട്ട് മുകളിലേക്ക് സ്ലോപ്പ് ചെയ്യുക. ഇതാണ് വാട്ടർ ലെവലിൻ്റെ റെഡ്യൂസ് ലെവലുകൾ. അടുത്തത് ടോട്ടൽ എനർജി ലെവൽ. ആദ്യത്തത് 213.718, അടുത്തത് 213.6 ആണ്. അപ്പോൾ ചെറുതായിട്ട് താഴത്തേക്ക് കൊടുക്കുക. അടുത്ത 213.60 ആണ്, വീണ്ടും സ്ലൈറ്റ്ലി താഴത്തേക്ക് കൊടുക്കുക. അടുത്തത് 213.5 ആണ്, വീണ്ടും ചെറുതായിട്ട് താഴത്തേക്ക് കൊടുക്കുക. ഇതാണ് ടോട്ടൽ എനർജി ലെവലിൻ്റെ റെഡ്യൂസ് ലെവൽ. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് വരക്കുക. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വലി ഓരോ പ്രൊഫൈലും കഴിയുമ്പോൾ അതിൻ്റെ ഫിഗർ വരച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഫിഗർ വരക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേപ്പർ വാലുവേറ്റ് ചെയ്യുന്ന സാറ് നിങ്ങളുടെ നേരത്തെ സ്റ്റെപ്പൊന്നും അരിച്ചു പെറുക്കി നോക്കൂല. ഇപ്പോൾ കിട്ടിയ വാല്യൂസൊക്കെ ആയിരിക്കും പുള്ളി അരിച്ചു പെറുക്കി നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുത്തെഴുതുമ്പോൾ തെറ്റിപ്പോയാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അടുത്ത നമുക്ക് സ്റ്റെപ്പ് നമ്പർ 5 നോക്കാം. ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ. അപ്പോൾ ആദ്യം എന്താണ് ട്രാൻസിഷൻ എന്ന് നോക്കാം. ട്രാൻസിഷൻ എന്താണെന്ന് പറയാനായിട്ട് നമുക്കറിയാം, നമ്മുടെ കനാല് ഈ രീതിയിൽ ഫ്ലൂം ചെയ്ത് പിന്നെ റെക്റ്റാങ്കുലറായിട്ട് ഫ്ലോ ചെയ്ത് പിന്നെ എക്സ്പാൻഡ് ചെയ്ത് പോകും. അപ്പോൾ ശരിക്കും ഇവിടെ വിഡ്ത്ത് 20 ആണ്, ഇവിടെ വിഡ്ത്ത് 10 ആണ്. ഇവിടെ നിന്ന് ഓരോ വിഡ്ത്തും എത്രയാണ്, ഇതാണ് ഈ ട്രാൻസിഷനിൽ കണ്ടുപിടിക്കുന്നത്. ഇവിടുത്തെ വിഡ്ത്തിന് നമുക്ക് B1 എന്ന് കൊടുക്കാം, ഇവിടുത്തെ വിഡ്ത്തിന് B2 എന്ന് കൊടുക്കാം, ഇവിടുത്തെ വിഡ്ത്തിന് B3 എന്ന് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇപ്പുറത്ത് ഇത് 10 ആണെന്നറിയാം, ഇത് 20 ആണെന്ന് അറിയാം. ഇതിൻ്റെ ഇടയ്ക്കുള്ള വിഡ്ത്തുകൾ എത്ര, അതാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ മിത്രാസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. ട്രാൻസിഷൻ കണ്ടുപിടിക്കാനായിട്ട് മിത്രാസ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. Bx = Bn × Bf × Lf. Bn എന്ന് വെച്ചാൽ നോർമൽ ബെഡ് വിഡ്ത്ത് 20 മീറ്റർ ആണ്, Bf ഫ്ലൂംഡ് ബെഡ് വിഡ്ത്ത് 10 മീറ്റർ ആണ്. Lf എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ഫ്ലൂമിങ് ഇൻ കോൺട്രാക്ഷൻ ഓർ എക്സ്പാൻഷൻ. അപ്പോൾ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ എക്സ്പാൻഷൻ്റെ ഫ്ലൂംഡ് ലെങ്ത്ത് LFE 15 മീറ്റർ, കോൺട്രാക്ഷനിലാണ് ചെയ്യുന്നത് LFC 10 മീറ്റർ. അടുത്തത് ഡിവൈഡഡ് ബൈ LF × Bn മൈനസ് x എന്ന് വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. അത് ഞാൻ ഫിഗർ എടുക്കുമ്പോൾ പറയാം. Bn മൈനസ് Bf. ഈ ഇക്വേഷൻ കാണാപ്പാടം പഠിക്കുക, നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല ഇത് ഓർത്തിരിക്കാനായിട്ട്. മിത്രാസ് ഫോർമുല വെച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ട്രാൻസിഷൻ, കോൺട്രാക്ഷൻ ട്രാൻസിഷൻ, അതായത് നമ്മുടെ കനാൽ ഫ്ലോ ചെയ്യുന്നു, കോൺട്രാക്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ ട്രാൻസിഷൻ കോൺട്രാക്ഷൻ ട്രാൻസിഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് Bx ആയിട്ട് എടുക്കുന്നത് ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ലെങ്ത്താണ് Bx. Bn 20, Bf 10. ഇപ്പോൾ Bn 20, Bf 10. ഇനി ഫ്ലൂംഡ് ലെങ്ത് LFC നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 10 മീറ്റർ. സ്റ്റെപ്പ് നമ്പർ 3 ഫ്ലൂംഡ് ലെങ്ത് 10 മീറ്റർ ആണ്. കോൺട്രാക്ഷൻ ട്രാൻസിഷൻ ആയതുകൊണ്ടാണ്. ഇതിൻ്റെ ഇപ്പുറത്ത് അടുത്ത എക്സ്പാൻഷൻ ട്രാൻസിഷൻ ഉണ്ട്, അവിടെ 15 മീറ്റർ ആണ്. ഓക്കെ, ഇനി എക്സ് വാരീസ് ഫ്രം 0 to 10. ഇനി എക്സിൻ്റെ വാല്യൂ നമ്മൾ എവിടെ നിന്നാണ് കൊടുക്കുന്നത്? ഈ പോയിന്റിൽ x = 0 ആണ്, ഈ പോയിന്റിൽ x = 10 ആണ്. എവിടെ നിന്ന് കിട്ടിയിട്ടാണ്? ഇവിടം വരെയുള്ള ലെങ്ത് 10 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് x = 2 മീറ്റർ ആകുമ്പോൾ Bx എത്ര, x = 4 മീറ്റർ ആകുമ്പോൾ Bx എത്ര, x = 6 മീറ്റർ ആകുമ്പോൾ Bx എത്ര, അങ്ങനെ കണ്ടുപിടിച്ച് പോകണം. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വേരിയേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 0 മുതൽ 10 വരെയാണ്. അത് നിങ്ങൾ 2 മീറ്റർ ഇൻ്റർവെല്ലിൽ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അത്ര കാര്യമായിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത് ഈക്വലി ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ 2 വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക, 4 വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റൂല നമുക്ക്. കാരണം 0, 4, 8 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 10 അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് വരൂലെന്നേ ഉള്ളൂ. ഇപ്പോൾ എളുപ്പത്തിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 0, 4, 10 ഇത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇതിൻ്റെ ഇടയ്ക്കുള്ളതൊക്കെ കണ്ടുപിടിച്ചിട്ട് കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ ചെയ്യേണ്ടത് ഈ ഇക്വേഷനിൽ നമ്മുടെ അറിയാവുന്ന വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അറിയാവുന്ന വാല്യൂസ് എന്ന് പറയുമ്പോൾ 20, Bnൻ്റെ വാല്യൂ 20,
10, BFൻ്റെ വാല്യൂ 10, LFൻ്റെ വാല്യൂ 10 ഡിവൈഡഡ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഇക്വേഷനിൽ ഇനി ചെയ്യേണ്ടത് ഓരോ വാല്യൂ കൊടുക്കുക. എക്സ് ഇസ് ഈക്വൾ ടു 0, ഇതാണ് എക്സ്. എക്സ് ഇസ് ഈക്വൾ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് BX സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. അടുത്തത് എക്സ് ഇസ് ഈക്വൾ ടു 2 എന്ന് കൊടുക്കുക. ഇവിടുത്തെ എക്സിൻ്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുക്കുക. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 11.11 എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൾ ടു 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 12.5 കിട്ടും. എക്സ് ഇസ് ഈക്വൾ ടു 6 എന്ന് കൊടുത്താൽ 14.8 കിട്ടും. എക്സ് ഇസ് ഈക്വൾ ടു 5 എന്ന് കൊടുത്താൽ 16 പോയിൻറ്റ് കിട്ടും. എക്സ് ഇസ് ഈക്വൾ ടു 10 എന്ന് കൊടുത്താൽ 20 കിട്ടും. അപ്പോൾ നിങ്ങൾ എഴുതിയേക്കുന്ന ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനായിട്ട് ഏറ്റവും എളുപ്പ വഴി എക്സ് ഇസ് ഈക്വൾ ടു 0 കൊടുക്കുമ്പോൾ 10ഉം എക്സ് ഇസ് ഈക്വൾ ടു 10 കൊടുക്കുമ്പോൾ 20ഉം. അതായത് 10 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിഡ്ത്ത് എക്സ് ഇസ് ഈക്വൾ ടു 0. അടുത്തത് എക്സ് ഇസ് ഈക്വൾ ടു 10 എന്ന് പറയുമ്പോൾ 20. ഇത് രണ്ടും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്ന ഇക്വേഷൻ ശരിയാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഓർമ്മയില്ല, തെറ്റാണെങ്കിൽ ഇങ്ങനൊരു സ്റ്റെപ്പ് നമുക്ക് എന്തായാലും എഴുതണം. ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കാനുള്ള ചെയ്യാനുള്ള എളുപ്പ വഴി എക്സ് ഇസ് ഈക്വൾ ടു 0 ആകുമ്പോൾ ഇവിടുത്തെ വിഡ്ത്ത് 10 ആണ്. ഇനി എക്സ് ഇസ് ഈക്വൾ ടു ഇത്രയും, ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എൻഡിൽ ബിയുടെ വാല്യൂ 20 ആണ്. അപ്പോൾ എന്താണെങ്കിലും 10ൻ്റെയും 20യുടെയും ഇടയ്ക്കുള്ള വാല്യൂസ് ആയിരിക്കും ഒരു ഇൻക്രിമെൻറ്റിൽ പോകുന്നത് അല്ലേ. 10, 11, 12, 14, 16, 20. നിങ്ങൾക്ക് അഥവാ എക്സാം എഴുതുമ്പോൾ ഒരു നിവൃത്തിയില്ല, നിങ്ങൾക്ക് ആൻസർ എങ്ങനെ ചെയ്തിട്ടും തെറ്റി പോകുന്നതാണെങ്കിൽ ആദ്യത്തെ 0, 2, 4, 6, 8, 10 എന്ന് കൊടുക്കുക എക്സിൻ്റെ വാല്യൂ. ബീൻ്റെ വാല്യൂ ആദ്യത്തെ ഫ്ലൂംഡ് വിഡ്ത്ത് BF എന്താണോ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അത് തന്നെ. ലാസ്റ്റത്തെ വാല്യൂ BN എന്താണോ അതിൻ്റെ ഇടയ്ക്കുള്ളത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ ഡെസിമൽ ആയിരിക്കും എന്താണെങ്കിലും. അപ്പോൾ ഏതെങ്കിലും ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇൻ്റർമീഡിയറ്റ് ഡെസിമൽ ഇട്ട് അങ്ങ് എഴുതി പോയേക്ക്. ആരും ഇതൊന്നും ക്രോസ് ചെക്ക് ചെയ്യില്ല. യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ വാല്യൂ ഒന്നും ആരും അരിച്ചു പെറുക്കി നോക്കൂല. ഈ സ്റ്റെപ്പ് ഉണ്ടോ, ഈ ഇക്വേഷൻ ശരിയാണോ, ഇതൊന്നും നോക്കൂല, ഈ വാല്യൂ നോക്കൂല. ആകെ നോക്കാനുള്ള എളുപ്പത്തിന് 10 കഴിഞ്ഞിട്ട് അടുത്ത വാല്യൂ കൂടിയാണോ വരുന്നത്, 20യിലാണോ നിൽക്കുന്നത്, ആകുമ്പോൾ മാത്രമേ ചോദിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നോക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. ഇത് തെറ്റിപ്പോയാലും നിങ്ങളുടെ ഡിസൈനിൽ ഒന്നും സംഭവിക്കില്ല. അടുത്തത് ബി, എക്സ്പാൻഷൻ ട്രാൻസിഷൻ. അപ്പോൾ എക്സ്പാൻഷൻ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ലാസ്റ്റത്ത് ഈ ഒരു പോർഷനാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി പോയി ലാസ്റ്റത്തെ ഒരു എക്സ്പാൻഷൻ പോർഷനുണ്ട്. അവിടുത്തെ ഇക്വേഷൻ സെയിം തന്നെയാണ്. ആകെ വരുന്ന വ്യത്യാസം എന്താണ്? BN 20 തന്നെ, BF 10 തന്നെ. LF അല്ലെങ്കിൽ LFE, ലെങ്ത് ഓഫ് ഫ്ലൂംഡ് ലെങ്ത് ഡ്യൂ ടു എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ 15 മീറ്റർ ആണ്. അപ്പോൾ അത് മാത്രമാണ് ഇക്വേഷനിൽ വ്യത്യാസം വരുന്നത്. പിന്നെ വ്യത്യാസം എന്താണ്? വേരിയേഷൻ. ഇത് എക്സ് ഇസ് ഈക്വൽ ടു 0, ഇത് എക്സ് ഇസ് ഈക്വൽ ടു 15. അപ്പോൾ 0 to 15 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 2 മീറ്റർ ഇൻ്റർവെല്ലിൽ വെച്ച് ചെയ്തു പോകാൻ പറ്റില്ല. അപ്പോൾ 15ൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക. 15ൻ്റെ ഫാക്ടർ എന്ന് പറയുമ്പോൾ 3 വെച്ചിട്ട് ചെയ്യാം. 0, 3, 6, 9, 12 എന്ന് ചെയ്യാം. കുറച്ചും കൂടി ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 0, 5, 15 എന്ന് എടുക്കുക. അതാകുമ്പോൾ ഒരു വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളൂ, പക്ഷേ തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് ആ സ്റ്റെപ്പിൻ്റെ മാർക്ക് കിട്ടും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ. അപ്പോൾ ഒന്നെങ്കിൽ 15നെ ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ 3, 6, 9, 12, 15 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 4 ചെയ്യാൻ പറ്റത്തില്ല, 3 എന്ന് ചെയ്യാം. അപ്പോൾ 0, 5, 15. ഇപ്പോൾ 0യുടെ വാല്യൂ എന്തായാലും 10 ആയിരിക്കും. ഇത് BX, ഇത് X. 15ൻ്റെ വാല്യൂ എന്തായാലും 20 ആയിരിക്കും. ഒരു വാല്യൂ മാത്രമേ കണ്ടുപിടിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നേരത്തെ പോലെ ഈ ഇക്വേഷനിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ എക്സിൻ്റെ വാല്യൂ മാറ്റി കൊടുക്കുക. എക്സ് ഇസ് ഈക്വൾ ടു 3 ആകുമ്പോൾ എത്ര, എക്സ് ഇസ് ഈക്വൾ ടു 6 ആകുമ്പോൾ എത്ര, 9 ആകുമ്പോൾ എത്ര, 12 ആകുമ്പോൾ എത്ര, 13 ആകുമ്പോൾ എത്ര. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസിഷൻ്റെ ഡിസൈനിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡിസൈൻ ഓഫ് ട്രഫ്. ഡിസൈൻ ഓഫ് ട്രഫ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഐഡിയ ഉണ്ടാവണം. ഇതാണ് നമ്മുടെ പിയർ. ഒരു പിയറൊന്നുമല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ അല്ല, 7 പിയറുണ്ട്. നമ്മൾ 2 പിയറിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ലെങ്ത്ത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ താഴെ കൂടി സ്ട്രീം അല്ലെങ്കിൽ റിവർ അല്ലെങ്കിൽ ഡ്രെയിനേജ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇനി നമ്മളൊരു സിംഗിൾ ട്രഫ് കൊടുക്കുന്നതിന് പകരം 2 കമ്പാർട്ട്മെൻ്റ് ഉള്ള ട്രഫാണ് യൂഷ്വലി ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ അതിന് നടുക്കൊരു കമ്പാർട്ട്മെൻറ്റും കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മൾ നടുക്കൊരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് റോഡായിട്ട് യൂസ് ചെയ്യാം, ഇൻസ്പെക്ഷനൊക്കെ വേണ്ടിയിട്ട് റോഡായിട്ട് യൂസ് ചെയ്യാം. ഈ സൈഡ് ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് റോഡും സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ് ഓപ്പണുമാണ്. വെള്ളം നമുക്ക് കാണാൻ പറ്റും, വെള്ളത്തിൻ്റെ ലെവലൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് റഫായിട്ടുള്ളൊരു ഫിഗർ. ഇപ്പോൾ വെള്ളം ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. ഇത് അപ്സ്ട്രീം സൈഡ്, ഇത് ഡൗൺ സ്ട്രീം സൈഡ്,
ഇതാണ് നമ്മുടെ ട്രഫ്, റെക്റ്റാങ്കുലർ ട്രഫ്. അത് സിംഗിളായിട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഡബിളായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അകത്ത് വലിയ ഡിസൈൻ ഒന്നും ചെയ്യാനില്ല. കുറേ സ്റ്റാൻഡേർഡ് വാല്യൂസ് അറിഞ്ഞിരുന്നാൽ മതി. സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ട്രഫ് ഷാൽ ബി ഡിവൈഡഡ് ഇൻറ്റു 2 ഈക്വൽ കമ്പാർട്ട്മെൻറ്റ്സ്. ഒരൊറ്റ സിംഗിൾ റെക്റ്റാങ്കുലർ ട്രഫ് കൊടുക്കുന്നതിന് പകരം നമ്മൾ 2 കമ്പാർട്ട്മെൻ്റ് ഉള്ള ട്രഫാണ് എടുക്കുന്നത്. ഓരോ കമ്പാർട്ട്മെൻറ്റും 4.85 മീറ്റർ ഈച്ചാണ്. അതെങ്ങനെയാണ് 4.85 മീറ്റർ വന്ന് അത് നമ്മൾ ആദ്യം നോക്കാം. അത് പറയാനായിട്ട് ട്രഫിൻ്റെ ടോട്ടൽ വിഡ്ത്ത് എത്രയായിരുന്നു? 10 മീറ്റർ ആയിരുന്നു. ട്രഫിൻ്റെ ടോട്ടൽ വിഡ്ത്ത് 10 മീറ്റർ ആയിരുന്നു. ഇതിൻ്റെ നടുക്ക് നമ്മളൊരു പാർട്ടീഷൻ കൊടുത്തു 2 കമ്പാർട്ട്മെൻ്റ് ആക്കാൻ വേണ്ടി. ആ പാർട്ടീഷൻ്റെ തിക്നെസ് 0.3 മീറ്ററാണ്. അപ്പോൾ ശരിക്കും 10 നിന്ന് 0.3 മൈനസ് ചെയ്യാം. ഇനി 2 കമ്പാർട്ട്മെൻ്റാണ് ഉള്ളത്, ഡിവൈഡഡ് ബൈ 2. അത് ചെയ്യുമ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ വിഡ്ത്ത് കിട്ടും 4.85 4.85. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ട്രഫ് ഷാൽ ബി ഡിവൈഡഡ് ഇൻറ്റു 2 ഈക്വൽ കമ്പാർട്ട്മെൻറ്റ് 4.85 ഈച്ച് സെപ്പറേറ്റ്ലി ബൈ ആൻ ഇൻ്റർമീഡിയറ്റ് വാൾ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് വാളിൻ്റെ തിക്നെസ് 0.3 ആണ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ 20 മീറ്ററിലുള്ള കനാൽ 10 മീറ്ററിലേക്ക് റെഡ്യൂസാണ് ചെയ്തത്. ഈ 10 മീറ്ററിൻ്റെ ഇടയിലാണ് ഒരു 0.3യുടെ സെപ്പറേഷൻ. പിന്നെ 2 കമ്പാർട്ട്മെൻ്റ് ഉള്ളതുകൊണ്ട് ഡിവൈഡ് ബൈ 2. അങ്ങനെ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ വിഡ്ത്ത് 4.85 ആണ്. ഇന്നർ വിഡ്ത്താണ്. ഇനി ദ ഇൻസ്പെക്ഷൻ റോഡ് ഈസ് പ്രൊവൈഡഡ് ഓൺ ദ ടോപ്പ് ലെഫ്റ്റ് കമ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ യൂഷ്വലി നമ്മൾ ഇൻസ്പെക്ഷൻ റോഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ടോപ്പ് ലെഫ്റ്റ് കമ്പാർട്ട്മെൻറ്റിലായിരിക്കും. തിക്നെസ് ഓഫ് ദ ഇൻ്റർമീഡിയറ്റ് വാൾ, 2 ട്രഫിൻ്റെ ഇടയിൽ നമ്മളത് സെപ്പറേറ്റ് ചെയ്യാൻ കൊടുത്തേക്കുന്ന ഇൻ്റർമീഡിയറ്റ് വാൾ 0.3 മീറ്റർ ആയിരിക്കും. തിക്നെസ് ഓഫ് ദ സൈഡ് വാൾ, ട്രഫിൻ്റെ സൈഡ് വാൾ, ഇൻ്റർമീഡിയറ്റ് വാൾ ഇതാണ് സൈഡ് വാൾ. 2 സൈഡിലെയും വാളിൻ്റെ തിക്നെസ് 0.4 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ബോട്ടം തിക്നെസ്, ട്രഫിൻ്റെ ബോട്ടത്തിലുള്ള സ്ലാബിൻ്റെ തിക്നെസ് 0.4 മീറ്റർ ആയിരിക്കും. ഇനി റോഡിൻ്റെയും വെള്ളത്തിൻ്റെ ഇടയിലുള്ള ഫ്രീ ബോർഡ്, നമ്മുടെ കനാലിൻ്റെ വെള്ളത്തിൻ്റെ ലെവലും നമ്മൾ ഒരു സൈഡിൽ റോഡ് കൊടുക്കുന്നില്ലേ, അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. അത് 0.75 മീറ്റർ ആയിരിക്കും. ഇതൊക്കെ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. നിങ്ങൾ ഡിസൈനിൽ മാറ്റിയൊന്നും വേണ്ട. അത് നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ഫിഗർ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഫിഗർ വരക്കാനായിട്ട് 2 കമ്പാർട്ട്മെൻറ്റുള്ള ട്രഫ്, അതിനകത്ത് ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ വാളിൻ്റെ ഹൈറ്റ് കൂടുതലായിരിക്കും, കാരണം അവിടെ റോഡ് വരാനുണ്ട്. ഒരെണ്ണത്തിൻ്റെ ഹൈറ്റ് കുറവായിരിക്കും. ഇതാണ് വാട്ടർ ലെവൽ. അപ്പോൾ വാട്ടറിൻ്റെ വിഡ്ത്ത് ഡെപ്ത് കാണിക്കുക 1.3 മീറ്റർ. ഇനി ഈ വാട്ടർ ലെവലിൻ്റെയും റോഡിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസാണ് ഫ്രീ ബോർഡ് 0.75 മീറ്റർ. ഓക്കെ, ഇനി നമ്മൾ പുറത്ത് കാണുന്ന പിയറിൻ്റെ ബാക്കി ഭാഗം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് നോക്കുമ്പോഴും പിയറിൻ്റെ അകത്തുള്ള ഭാഗമൊന്നും നമ്മൾ കാണുമല്ലോ, പുറത്ത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം മാത്രമേ കാണുള്ളൂ. അതാണ് ഈ 2 സൈഡിലും ഇങ്ങനെ കാണിച്ചേക്കുന്നത്. ഓക്കെ, നമ്മുടെ ഡ്രെയിനേജിൻ്റെ താഴത്തെ ലെവല്. അപ്പോൾ ബെഡ് ലെവൽ ഓഫ് ഡ്രെയിനേജ് 207.5. ഇനി ഡ്രെയിനിൻ്റെ വെള്ളത്തിൻ്റെ ലെവൽ, ഹൈ ഫ്ലഡ് ലെവൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 210 ആണ്. ഇനി ഇതാണ് കനാലിൻ്റെ ബെഡ് ലെവൽ. ഏറ്റവും താഴത്തെ അല്ല, നമ്മുടെ ഈ കോൺക്രീറ്റ് ട്രഫിൻ്റെ ബോട്ടം കനാൽ ബെഡ് ലെവൽ 212. അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ ബോട്ടം സ്ലാബിൻ്റെ തിക്നെസ് 0.4 മീറ്റർ ആണ്. അത് മൈനസ് ചെയ്താൽ അവിടുത്തെ റെഡ്യൂസ് ലെവൽ കിട്ടും, 211.6 കിട്ടും. ഇനി വെള്ളത്തിൻ്റെ ലെവലാണ് ഫുൾ സപ്ലൈ ലെവൽ 213.5. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഈ റോഡ് എന്നുള്ളത് പുറത്തേക്ക് മാർക്ക് ചെയ്യുക, ഇൻസ്പെക്ഷൻ റോഡ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും തിക്നെസ്. ഈ സ്ലാബിൻ്റെ തിക്നെസ് 0.4, ഈ വാളിൻ്റെ ഇൻ്റർമീഡിയറ്റ് വാളിൻ്റെ തിക്നെസ് 0.3, ഇതിൻ്റെ തിക്നെസ് 0.4. അടുത്തത് ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ വിഡ്ത്ത് 4.85, അടുത്ത കമ്പാർട്ട്മെൻറ്റിൻ്റെ വിഡ്ത്തും 4.85. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ട്രഫിൻ്റെ ഡിസൈനിൽ വരുന്നത്. ഈ ഒരു ഫിഗർ നല്ല നീറ്റായിട്ട് വരച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് കിട്ടും. പിന്നെ ഔട്ടർ വാളിൻ്റെ ഇൻറ്റീരിയറും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതാണ് ആക്ച്വലി നമ്മുടെ 10 മീറ്റർ ആയിട്ടുള്ള ഫ്ലൂംഡ് വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് അക്യുഡക്റ്റിൻ്റെ ഡിസൈനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റെപ്പും ഡിസൈൻ ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു, പഠിച്ചു. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുക, നമുക്കത് ക്ലിയർ ചെയ്യാം. ഈ ഡിസൈൻ മൊത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ ഉള്ളൂ. അടുത്ത ലെക്ചറിൽ നമ്മൾ ഡ്രോയിങ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ
നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡ്രോയിങ്ങിൻ്റെ ലെക്ചർ കാണുന്നതിന് മുമ്പ് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.